കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇനി എന്ത് ചെയ്യും? ഈ ചോദ്യമാണ് പൊതുവെ പലരും ഉയർത്തുന്നത്. കാരണം കോൺഗ്രസ് നേതൃത്വമായിട്ട് അദ്ദേഹം ഏതാണ്ട് തെറ്റി നിൽക്കുകയാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കേരളമാണ് അദ്ദേഹത്തിന്റെ ലോക്സഭാ സീറ്റ്, തിരുവനന്തപുരത്താണ് അദ്ദേഹം ജയിച്ചത്. കേരളത്തിലെ ഭരണകക്ഷിയായ CPM-ഉമായി അദ്ദേഹം ചർച്ച നടത്തി, അല്ലെങ്കിൽ LDF-ഉമായി ചർച്ച നടത്തി, ഗൾഫിൽ വെച്ച് ചർച്ച നടത്തിയെന്ന അതേ ഒരു CPM-ന്റെ ദൂതനുമായി ചർച്ച നടത്തിയെന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ ദേശീയ തലത്തിൽ അദ്ദേഹം BJP-യുമായിട്ട് സഹകരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ശശി തരൂർ എങ്ങോട്ട് പോകുമെന്ന ചർച്ചകളാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു വന്നിരിക്കുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ വലിയ തലയെടുപ്പുള്ള നേതാവാണ് അദ്ദേഹം. കാരണം ഐക്യരാഷ്ട്രസഭയുടെ ജോയിന്റ് ജനറൽ സെക്രട്ടറി, കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ വിഭാഗത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ജനറൽ എന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 2007 അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ മത്സരിച്ചിരുന്നു. ബാൻ കി മൂണിനോട് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. പക്ഷേ ദേശീയ തലത്തിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമുള്ള ആളാണ്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നല്ല പ്രവർത്തന പരിചയമുള്ള, വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കുന്നതിലും സമാധാന ചർച്ചകൾ നടക്കുന്നതിലും പുനരധിവാസ കാര്യത്തിലൊക്കെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ മെഷീനറിയെ ചലിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ശശി തരൂർ. അതേപോലെ തന്നെ അദ്ദേഹം ഒരു മികച്ച സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്. ആ നിലക്കൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് കേരളത്തിൽ സ്വീകാര്യത ലഭിച്ചത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ വോട്ടർമാരിൽ പലരും തന്നെ കോൺഗ്രസിനോട് അനുഭവമില്ലാത്ത ആളുകൾ പോലും ശശി തരൂരിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വീകാര്യത ശശി തരൂരിനുണ്ട്. പക്ഷേ ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ട് അദ്ദേഹം അകന്നിരിക്കുകയാണ്. അപ്പം രണ്ട് കാരണങ്ങളാണ് അതിന്. ഒന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്, ഒന്ന് 2023 ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബാൻ കി മൂണിനോട് തോറ്റിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക്. പിന്നീട് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക്, AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ സോണിയ ഗാന്ധിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മല്ലികാർജുൻ ഖാർഗെയോട് മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ പലപ്പോഴും ഒരു ഭാഗത്ത് BJP-യുടെ നയങ്ങളെ അതിനിശിതമായി വിമർശിക്കുന്ന ആളാണ് ശശി തരൂർ. പക്ഷെ അദ്ദേഹം പലപ്പോഴും BJP അനുകൂലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ദുരൂഹമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പല വിമർശനങ്ങൾ നടത്തുന്ന സമയത്തും പല ബില്ലുകൾ വരുന്ന സമയത്തും പാർലമെന്റിനകത്ത് അദ്ദേഹം BJP എതിർക്കുകയാണ് ചെയ്തത്. കാരണം തൊട്ടു മുമ്പ് നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പാർലമെന്ററി സംഘത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. അതിനകത്ത് ഒരു കമ്മിറ്റി, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പോയ ഒരു പ്രതിനിധി സംഘത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്കും അതേപോലെ തന്നെ ഖാർഗെക്കൊന്നും ക്ഷണമുണ്ടായിരുന്നില്ല. പക്ഷേ ശശി തരൂരിന് ക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹം അവരുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അപ്പം അങ്ങനെ രീതിയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. കോൺഗ്രസിലെ നേതാക്കൾക്ക് കിട്ടാത്ത പ്രാധാന്യം ശശി തരൂരിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ നടപടികളെ അംഗീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായ രീതിയിൽ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ വാദങ്ങൾക്ക് അനുകൂലമായ രീതിയിലാണ് പലപ്പോഴും കോൺഗ്രസ് യുദ്ധസമയത്ത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ആ സമയത്തും സിന്ദൂറിന് ശേഷമുള്ള ചർച്ചകളിലൊക്കെ തന്നെ പാകിസ്ഥാന് ഒരു വടി കൊടുക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് സംസാരിച്ചതെങ്കിൽ പാകിസ്ഥാനെതിരെ നിശിതമായ വിമർശനമാണ് ശശി തരൂർ നടത്തിയത്. ആ സമയത്തൊക്കെ ഒരു BJP അനുകൂല നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്ന് തോന്നിയിരുന്നു. പക്ഷേ പാർലമെന്റിലെ ചർച്ചകളിലൊക്കെ തന്നെ BJP വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൽ തുടരുമോ അല്ല കോൺഗ്രസിന് വിട്ടുപോകുമോ? ഈ അടുത്ത കാലത്ത് തന്നെ ശശി തരൂരിനെ അപമാനിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി കൊച്ചിയിൽ വന്ന് അദ്ദേഹം അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അത് അദ്ദേഹം തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ശശി തരൂർ തന്നെ താൻ അപമാനിക്കപ്പെട്ടു എന്ന രീതിയിൽ പലരോടും പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് നിലപാടായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് വലിയ പരാജയമാണ് കോൺഗ്രസിനുണ്ടായത്. ആ സമയത്ത് പരാജയത്തിന് ശേഷം പല കോൺഗ്രസ് നേതാക്കളും, ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് 10-12 കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരുമായിട്ട് പലരുമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. പക്ഷെ ഒരു കർമ്മ പരിപാടി അവർ ഇതുവരെ തയ്യാറാക്കിയിരുന്നില്ല. കോൺഗ്രസ് വിവിധ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും, ഗുലാം നബി ആസാദിനെ പോലുള്ള, അമരീന്ദർ സിംഗിനെ പോലുള്ള പല നേതാക്കന്മാരും കോൺഗ്രസിനകത്ത്, ജിതേന്ദ്ര പ്രസാദ്, പല നേതാക്കന്മാരും കോൺഗ്രസിനകത്ത് പുറത്തേക്ക് പോയി. ചിലർ BJP-യിൽ ചേർന്നു, മറ്റു ചിലർ സ്വതന്ത്രമായി നിന്നു. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുവരെ പാർട്ടി വിട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷെ അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാർക്ക് കോൺഗ്രസിനകത്ത് സ്ഥാനമുണ്ടോ എന്നൊരു ചോദ്യമാണ് വരുന്നത്. കാരണം പൂർണ്ണമായിട്ടും ഗാന്ധി കുടുംബത്തിന്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്.
പലരും ഇപ്പൊ ദിഗ്വിജയ് സിംഗിനെ പോലെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നെഹ്റു കുടുംബത്തോടൊക്കെ ഒപ്പം നിന്നിരുന്ന ആളാണ്, മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അദ്ദേഹം ഒരു വിമതന്റെ സ്വരമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ, അത് ജമ്മു കാശ്മീരിൽ നിന്നാണെങ്കിൽ ഗുലാം നബി ആസാദാണ്, ഉത്തർപ്രദേശിലെ നേതാക്കളുണ്ട്, വിവിധ രാജ്യങ്ങൾ, ഈ അടുത്ത് ഷക്കീൽ അഹമ്മദിനെ പോലുള്ള ന്യൂനപക്ഷ നേതാക്കളൊക്കെ തന്നെ പാർട്ടി വിട്ടിരുന്നു. അപ്പം അങ്ങനെ ഒരു പാർട്ടി വിടാനുള്ള ഒരു സന്നദ്ധത ശശി തരൂർ പ്രകടിപ്പിക്കുമോ? അദ്ദേഹം പലപ്പോഴും പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഇതുവരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ പാർട്ടി നിലപാടുകൾ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും അദ്ദേഹം ഇതുവരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ സർദാർ പട്ടേലിന് നെഹ്റുവിനോട് അതിയായ വിയോജിപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ നെഹ്റുവിനേക്കാൾ വലിയ ആളായിരുന്നു സർദാർ പട്ടേൽ. കോൺഗ്രസിലെ 14 സംസ്ഥാന ഘടകങ്ങൾ, അതായത് കോൺഗ്രസ് അധ്യക്ഷനെ, ഭാവി പ്രധാനമന്ത്രിയായിട്ട് വരേണ്ട ആളെ തീരുമാനിക്കാൻ, കോൺഗ്രസ് അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള വോട്ടെടുപ്പിൽ കൂടുതൽ സംസ്ഥാനങ്ങളും പട്ടേലിനെയാണ് അന്ന് അനുകൂലിച്ചത്. പക്ഷേ നെഹ്റു ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. നെഹ്റുവും പട്ടേലും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷെ പട്ടേൽ പെട്ടെന്ന് തന്നെ മരിക്കുകയാണ്. അതുകൊണ്ട് ആ തർക്കം അങ്ങനെ രൂക്ഷമായിട്ട് പോയില്ല. വലിയ കാര്യങ്ങളൊക്കെ, ദേശീയമായ പല കാര്യങ്ങളിലും നെഹ്റുവും പട്ടേലും, കാശ്മീർ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിലാണെങ്കിലും സോമനാഥ ക്ഷേത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും നിരവധി കാര്യങ്ങളിൽ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ നിരവധി നേതാക്കന്മാർ കോൺഗ്രസിനകത്തുനിന്ന് പുറത്തു പോയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഘടനയില്ലെങ്കിലും അതൊരു സംഘടനയാണ്. BJPയോട് ഉപമിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സംഘടനാ ശക്തി കോൺഗ്രസിനില്ലെങ്കിലും കോൺഗ്രസിന് വലിയ പാരമ്പര്യമുണ്ട്. അപ്പൊ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോവേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്രമുണ്ട്. VP സിംഗിനെ പോലെ ഒരാള് രാജീവ് ഗാന്ധിയായിട്ട് അകന്നുകയാണ്. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ വരെ അദ്ദേഹത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആകാൻ കഴിഞ്ഞു. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ കഴിഞ്ഞു. അങ്ങനെ നിരവധി നേതാക്കന്മാർ, അവരൊക്കെ തന്നെ ജനകീയ നേതാക്കന്മാരായിരുന്നു. പക്ഷെ വലിയ ജനകീയ നേതാവുമായിരുന്നില്ല ചന്ദ്രശേഖർ. പക്ഷെ ചന്ദ്രശേഖറിന്റെ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അദ്ദേഹം യാത്ര നടത്തി. ഇന്നിപ്പം രാഹുൽ ഗാന്ധിയൊക്കെ ഭാരത് ജോഡോ യാത്ര നടത്തുന്നത് ഒരുപക്ഷെ ചന്ദ്രശേഖരൊക്കെ അന്ന് നടത്തിയ യാത്രയ്ക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ കണ്ടുകൊണ്ടായിരിക്കാം. അങ്ങനെ ചന്ദ്രശേഖരനെ പോലെയുള്ള വലിയ സംഘടനാ ശക്തി ഒന്നും ഇല്ലെങ്കിൽ രാജ്യം മുഴുവൻ അംഗീകാരമുള്ള നേതാക്കന്മാരെ കോൺഗ്രസിന്റെ പാർട്ടിക്കകത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ പല നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏത് രീതിയായിരിക്കും ശശി തരൂർ സ്വീകരിക്കാൻ പോകുന്നത്? കാരണം അദ്ദേഹം ഫണ്ടമെന്റലായിട്ട് കോൺഗ്രസിന്റെ പല കാര്യങ്ങളോട് വിയോജിപ്പ് അദ്ദേഹത്തിനുണ്ട്. അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് പല കാര്യങ്ങളോട് യോജിപ്പുണ്ട്. കാരണം നരസിംഹറാവു, IK ഗുജറാൾ, മൻമോഹൻ സിംഗ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന സാമ്പത്തിക പരിഷ്കരണ പരിപാടികൾക്കൊക്കെ സജീവമായ പിന്തുണ നൽകിയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് പൂർണ്ണമായിട്ടും ശശി തരൂരിനെ പോലെ ഒരാളെ ആ ആളോട് യോജിക്കാൻ അവർക്ക് കഴിയണമെന്നില്ല. കാരണം ഏതാണ്ട് കോൺഗ്രസിന്റെയും BJPയുടെ ഒക്കെ സാമ്പത്തിക നിലപാടുകളോട് അനുഗുണമായ നിൽക്കുന്ന, അല്ലെങ്കിൽ ലിബറലൈസേഷന്, നരസിംഹറാവു ഒക്കെ തുടങ്ങിയിരിക്കുന്ന ആ ലിബറലൈസേഷന്റെ വക്താവായിട്ടാണ് ശശി തരൂരൊക്കെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളോട് യോജിപ്പുണ്ടെങ്കിലും ദേശീയപരമായ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വിയോജിപ്പുമുണ്ട്. പാകിസ്ഥാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ നിരവധി പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്ത് നിലപാടായിരിക്കും അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്നത്? ഒരുപക്ഷെ ശരത് പവാറിനെ പോലെ പാർട്ടിയും തെറ്റി വലിയൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള സംഘടനാ ശക്തി അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം ഒരു പ്രാഥമികമായിട്ടൊരു പൊളിറ്റീഷ്യൻ അല്ല, അങ്ങനെയുള്ള ഒരു സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്ന ആളല്ല. അദ്ദേഹത്തിന് അങ്ങനെ അണികളുമില്ല. പക്ഷെ അദ്ദേഹത്തിന് അനുയായികൾ അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ള ആളുകൾ, സിമ്പതി പലരുടെയും ഉണ്ട്. പലരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ ചന്ദ്രശേഖർ നടത്തിയതുപോലുള്ള പാർട്ടിക്ക് നിന്ന് പുറത്തു പോയി കൊണ്ടൊരു ജനകീയ മുന്നേറ്റം നടത്താൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് കഴിയും. അല്ലെങ്കിൽ പാർട്ടിക്ക് ശരത് പവാറിനെ പോലെ അല്ലെങ്കിൽ വളരെ ശക്തമാന്മാരായിട്ടുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി പുതിയ പാർട്ടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ചിലർ തിരിച്ചു വരികയോ ചെയ്തതുപോലെ പാർട്ടി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം BJPയിൽ ചേരുക എന്നുള്ളതാണ്. കാരണം BJP വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ശശി തരൂരിനെ കാണുന്നത്. കാരണം BJPയുടെ വിദേശ നയം രൂപപ്പെടുത്തിയെടുക്കുന്നതിലും അതേപോലെ തന്നെ അതിനെ സഹായിക്കുന്നതിലൊക്കെ ശശി തരൂരിന് സഹായിക്കാൻ കഴിയും എന്നാണ് അവർ കരുതുന്നത്. അതേപോലെ തന്നെ ശശി തരൂരിന്റെ ഇമേജ്, കാരണം മധ്യവർഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ, പ്രൊഫഷണൽസിന്റെ ഇടയിലൊക്കെ തന്നെ, ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ തന്നെ നല്ലൊരു സ്വീകാര്യത ശശി തരൂരിനുണ്ട്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ PhD ഒക്കെ നേടി വിദേശത്തൊക്കെ പഠിച്ചു, ഐക്യരാഷ്ട്രസഭയെ പോലുള്ള ഉന്നതമായ വേദികളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വിശ്വപൗരൻ എന്ന ഒരു അങ്കിയൊക്കെ ചാർത്തപ്പെട്ട ഒരാളാണ് ശശി തരൂർ. അങ്ങനെ ഒരാളെ തങ്ങളുടെ പക്ഷത്തേക്ക് കിട്ടുന്നതിൽ BJPക്ക് ഒരു ലിബറൽ മുഖമുള്ള ശശി തരൂരിനെ പോലെ ഒരാളെ
തങ്ങളുടെ പക്ഷത്തേക്ക് കിട്ടുന്നതിൽ ബി ജെ പിക്ക് ഒരു സ്വാഭാവികമായിട്ടും അവർക്ക് സന്തോഷമായിരിക്കും. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബി ജെ പിയുടെ എല്ലാ നയങ്ങളോടും യോജിച്ചു പോകാൻ പറ്റുമോ എന്നറിയില്ല. ഒരുപക്ഷെ ബി ജെ പിയെ സഹായിക്കുന്ന ഒരു സ്വതന്ത്രനായിട്ട് നിൽക്കാനുള്ള ഒരു തീരുമാനമാണോ ശശി തരൂർ എടുക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഏതായാലും ശശി തരൂർ കോൺഗ്രസിനകത്ത് തുടരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അദ്ദേഹം എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മാതൃ സംസ്ഥാനമായ കേരളം, അദ്ദേഹം തിരുവനന്തപുരത്താണ് ജയിച്ചത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ സമയത്ത് എന്ത് റോളായിരിക്കും അദ്ദേഹം എടുക്കാൻ പോകുന്നത്? ഒരുപക്ഷെ LDF അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി മുഖമായിട്ട് അവതരിപ്പിക്കുമോ? അതിനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതേ സമയത്ത് എല്ലാം മറന്നുകൊണ്ട് ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് ഒരുപക്ഷെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശശി തരൂർ തിരികെ വന്നു എന്ന് പറയാം. പക്ഷെ അത്രയും രാഹുൽ ഗാന്ധിയായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധം വഷളാണ് എന്നുള്ളതാണ് നമുക്ക് ഈ അടുത്ത കാലത്ത് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ എന്ത് നിലപാടായിരിക്കും ശശി തരൂർ സ്വീകരിക്കുക എന്നുള്ള ഉദ്യോഗത്തിലാണ് കേരളത്തിലെയും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെയും വളരെ ഗൗരവമായിട്ട് കാണുന്ന പലരും നോക്കിക്കാണുന്നത്.